നിന്നെ തന്നെ. ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? എന്തേ പിടിച്ചില്ലേ? ആരുടെ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമ ശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമ ശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പ് വരാൻ പറ, എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാനെ തല്ലിയാൽ ശിഷ്യന് നോവുമല്ലോ. തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടി മാറ്റം മായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടാ. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ. നിയമം അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം സാറേ. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഇതാ കോട്ട്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ? ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ. അപ്പോൾ പിന്നെ SIയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പട തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ്? പരാതിക്കാരനായ ഭഗീരഥൻ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇന്റർഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. അതിന് കൂട്ടുനിന്ന SI ഈപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നിങ്ങളുടെ പ്രായോഗിക വിദ്യാഭ്യാസം കടലിൽ പോണതല്ലേ? ഇവന്റെ അപാര ബുദ്ധി വെച്ച് ഇവനും പറ്റിയ പണി അതാണ്. ഇവനെ ഇതിലും നല്ലത് മീൻ കച്ചവടത്തിന് വിടുന്നതാണ് മിസ്റ്റർ ഡേവിഡ്. ഒരുപാടങ്ങട് പൂച്ചിക്കല്ലേ സാറേ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തിട്ട് കിടക്കണ സൂപ്പർമാൻ അല്ല, ഫിഷർമാൻ. ഓക്കെ സാറി. ദിവസം ഒരു കൊലപാതകമോ ബലാത്സംഗം ഇല്ലെങ്കിൽ പത്രം എങ്ങനെ ലൈവാകും? അറ്റ്ലീസ്റ്റ് ഒരു പീഡനമെങ്കിലും വേണ്ടേ? അതും നമുക്ക് മാത്രം എക്സ്ക്ലൂസീവായി കിട്ടണം. എവിടെ? സാറിന്റെ വീട്ടിൽ ഭാര്യയോ പെങ്ങളോ ഉണ്ടോ? എന്തേ? ഉണ്ടെങ്കിൽ ഞാൻ അവരെ ബലാത്സംഗം ചെയ്യാം, പീഡിപ്പിക്കാം. അതാവുമ്പോ നമുക്ക് മാത്രം കിട്ടുന്ന എക്സ്ക്ലൂസീവ് വാർത്തയാവും. ഞാൻ ശ്രമിക്കണോ? ആരാന്റെ പെങ്ങളുടെ പീഡന കഥ സാറിന് വെണ്ടക്കഷത്തിൽ നിർത്താം. സ്വന്തം പെങ്ങളെ കുറിച്ച് തമാശക്കൊരു പീഡന കാര്യം പറഞ്ഞപ്പോ നീറിയല്ലേ? ഇതാണോ സഖാവേ പത്രധർമ്മം? നീ എന്താ നോക്കുന്നത്? വാർത്തകൾ ഇല്ലാതായാൽ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യേണ്ടി വരും. അതിന് സ്ഥാപനം നമുക്ക് അലവൻസും തരും. റേപ്പ് അലവൻസ്, മർഡർ അലവൻസ്, അങ്ങനെ. ചന്ദ്ര, എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ആ